ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വളരെയേറെ കവികൾ വിഷയമാക്കിയിട്ടുള്ള പുരാണ കഥാസന്ദർഭമാണ് കാളിയമർദ്ദനം. അഹന്തയുടെ 1000 പണങ്ങളെ കൃഷ്ണൻ തൻ്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് ചവിട്ടിത്താഴ്ത്തുന്ന രംഗം ഭക്തിയും ആവേശവും പകരുന്നതാണ്. ഈശ്വരന്റെ പാദസ്മരണം അഹന്തയില്ലാതാക്കും എന്ന സന്ദേശം കൂടി ഇതിലുണ്ട്. നവഗ്രഹങ്ങളിൽ ഓരോന്നിനെയും ആരാധനാപാത്രമാക്കുന്നതോടൊപ്പം പുരാണങ്ങൾ ഓരോ ഗ്രഹങ്ങൾക്കും അതിദേവതമാരെയും കൽപ്പിച്ചിരിക്കുന്നു. ഈ ദേവതമാരെ ആരാധിച്ച് ആ ഗ്രഹത്തിന്റെ ദോഷമകറ്റാം. ശനിയുടെ അതിദേവത ശാസ്താവാണെങ്കിലും ശാസ്താവ്, ശിവൻ, ഹനുമാൻ എന്നിവരെ പ്രാർത്ഥിച്ച് ശനി ദോഷമകറ്റാം. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. മതികല ചൂടും പുരിജട തന്നിൽ സുരനദി ചേർത്തൊരു പരമവിഭോജയ. മതികല ചൂടും പുരിജട തന്നിൽ സുരനദി ചേർത്തൊരു പരമവിഭോജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. മതികല ചൂടും പുരിജട തന്നിൽ സുരനദി ചേർത്തൊരു പരമവിഭോജയ. മതികല ചൂടും പുരിജട തന്നിൽ സുരനദി ചേർത്തൊരു പരമവിഭോജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. ശില്പം കോലിനമാനും മഴുവും തൃക്കൈ തന്നിലെടുത്തവനേ ജയ. ശില്പം കോലിനമാനും മഴുവും തൃക്കൈ തന്നിലെടുത്തവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. ശില്പം കോലിനമാനും മഴുവും തൃക്കൈ തന്നിലെടുത്തവനേ ജയ. ശില്പം കോലിനമാനും മഴുവും തൃക്കൈ തന്നിലെടുത്തവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. യമപുരമഴ കൊടു ത്രിപുരാദികളെ പരിചൊടു ചേർത്തൊരു പരമവിഭോജയ. യമപുരമഴ കൊടു ത്രിപുരാദികളെ പരിചൊടു ചേർത്തൊരു പരമവിഭോജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. യമപുരമഴ കൊടു ത്രിപുരാദികളെ പരിചൊടു ചേർത്തൊരു പരമവിഭോജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ. നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ. നരകാന്തക ജയ, നരപാലക ജയ, ഗിരിജാവര ജയ, ശിവശങ്കര ജയ.
മതികല ചൂടും പുരിജട തന്നിൽ സുരനദി ചേർത്തൊരു പരമവിഭോജയ മതികല ചൂടും പുരിജട തന്നിൽ സുരനദി ചേർത്തൊരു പരമവിഭോജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ മതികല ചൂടും പുരിജട തന്നിൽ സുരനദി ചേർത്തൊരു പരമവിഭോജയ മതികല ചൂടും പുരിജട തന്നിൽ സുരനദി ചേർത്തൊരു പരമവിഭോജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ ശില്പം കോലിനമാനും മഴുവും തൃക്കൈ തന്നിലെടുത്തവനേ ജയ ശില്പം കോലിനമാനും മഴുവും തൃക്കൈ തന്നിലെടുത്തവനേ ജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ ശില്പം കോലിനമാനും മഴുവും തൃക്കൈ തന്നിലെടുത്തവനേ ജയ ശില്പം കോലിനമാനും മഴുവും തൃക്കൈ തന്നിലെടുത്തവനേ ജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ യമപുരമഴ കൊടു ത്രിപുരാദികളെ പരിചൊടു ചേർത്തൊരു പരമവിഭോജയ യമപുരമഴ കൊടു ത്രിപുരാദികളെ പരിചൊടു ചേർത്തൊരു പരമവിഭോജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ യമപുരമഴ കൊടു ത്രിപുരാദികളെ പരിചൊടു ചേർത്തൊരു പരമവിഭോജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ നളിനശരൻ തൻ തിരുവുടലഴകൊടു നയനം തന്നിലെരിച്ചവനേ ജയ നരകാന്തക ജയ നരപാലക ജയ ഗിരിജാവര ജയ ശിവശങ്കര ജയ. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന അറിവ് പകർന്നു നൽകുന്ന മൂർത്തിയാണ് ശബരിമല ശാസ്താവ്. ആദ്യകാലത്ത് പരശുരാമൻ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്ന വിഗ്രഹമല്ല ഇന്നുള്ളത്. അത് തകർക്കപ്പെട്ടുപോയി. ഇത് പിന്നീട് പ്രതിഷ്ഠിച്ചതാണ്. ശബരിമല ശാസ്താ വിഗ്രഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാ ഭക്തജനങ്ങളും അയ്യപ്പനെ കാണാൻ ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആ യാത്രയ്ക്ക് അവസാനം ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് 1 സെക്കൻഡോ 2 സെക്കൻഡോ ആ തള്ളിവിടുന്നതിൻ്റെ ഇടയിൽ 1 സെക്കൻഡ് കാണുന്ന ഭഗവാന്റെ ആ വിഗ്രഹം, അത് കാണാനായിരുന്നു 41 ദിവസം വ്രതമെടുത്ത് ഇഷ്ടപ്പെട്ടതൊക്കെ വേണ്ടെന്ന് വെച്ച് എല്ലാ സുഖങ്ങളിൽ നിന്നും മാറി ഭഗവാനെ മാത്രം ശരീരത്തിലും മനസ്സിലും ധരിച്ചുകൊണ്ട് ആ യാത്രയ്ക്ക് നമ്മൾ പോയത്. അത്രയധികം ചൈതന്യം നിറഞ്ഞ, അത്രയധികം തത്വങ്ങൾ നിറഞ്ഞൊരു വിഗ്രഹമാണ് ഭഗവാന്റെ ശബരിമലയിലെ വിഗ്രഹം. ആ വിഗ്രഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ധർമ്മശാസ്താവിൻ്റെ അവതാരമായിട്ടുള്ള സാക്ഷാൽ മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ, ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ച അയ്യപ്പൻ, ആ ഭഗവാന്റെ യോഗഭട്ടം ധരിച്ചുകൊണ്ടുള്ള, യോഗഭാവത്തിലുള്ള, താപസഭാവത്തിലുള്ള, കയ്യിൽ ചിന്മുദ്ര ധരിച്ചുകൊണ്ടുള്ള, തപസ് അനുഷ്ഠിക്കുന്ന തരത്തിലുള്ള വിഗ്രഹമാണ് ഇന്ന് ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആ വിഗ്രഹം ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇന്ന് ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആ രൂപം, ചിന്മുദ്ര ധരിച്ച് യോഗവട്ടം ധരിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ആ യോഗശാസ്താവിനെയാണ് ശബരിമലയിലെ വിഗ്രഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിഗ്രഹത്തിലാണ് അയ്യപ്പൻ്റെ ചൈതന്യം അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. ആ ധർമ്മശാസ്താ വിഗ്രഹത്തിനകത്താണ് അയ്യപ്പസ്വാമിയും ഉള്ളത്. ആ വിഗ്രഹത്തിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ
ഇപ്പൊ കാണുന്ന വിഗ്രഹം എങ്ങനെയാണ് ശബരിമലയിൽ വന്നത് എന്നുകൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശബരിമല ക്ഷേത്രത്തിനും ശബരിമലയിലെ വിഗ്രഹത്തിനുമേറെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളും മറ്റ് തീപിടുത്തം സംബന്ധിച്ചിട്ടുള്ള മറ്റ് പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പല സമയത്തും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മുൻപ് ഉപയോഗിച്ചിരുന്ന വിഗ്രഹം ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ആ വിഗ്രഹം നശിപ്പിക്കപ്പെട്ട സമയത്ത് നിരവധിയായിട്ടുള്ള സജ്ജനങ്ങളുടെ പ്രയത്നം കൊണ്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ തേവാരപ്പുരയിലുള്ള വിഗ്രഹത്തിൻ്റെ മാതൃകയിലാണ് ഇന്ന് കാണുന്ന ശബരിമലയിലെ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം പുതിയതായിട്ടുണ്ടായിട്ടുള്ളത്. ഇന്ന് കാണുന്ന വിഗ്രഹം പഞ്ചലോഹത്തിലുള്ള വിഗ്രഹവുമാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന വിഗ്രഹം ഏത് രൂപത്തിലായിരുന്നു എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ആ വിഗ്രഹത്തിന് ഔഷധ മൂല്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പൊതുവിൽ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഔഷധ മൂല്യം ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ വിഗ്രഹം നവപാഷാണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം നമുക്ക് മുഖവിലയ്ക്ക് എടുക്കേണ്ടി വരും. കാരണം ആ വിഗ്രഹത്തിന് മുകളിലൂടെ അഭിഷേകം ചെയ്യപ്പെടുന്ന നെയ്യിന് ഔഷധ മൂല്യമുണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണ് ആ നെയ്യിന് ഔഷധ മൂല്യം കൈവരുന്നത്? ആ വിഗ്രഹത്തിലുള്ള ഔഷധ മൂല്യമാണ് ആ നെയ്യിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരേ സമയം ഔഷധ മൂല്യം കൂടിയുള്ളൊരു വിഗ്രഹമായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ഇന്നും ഭഗവാന്റെ വിഗ്രഹത്തിന് ഒരു തേജസ്സിനും ഔഷധ മൂല്യത്തിനൊന്നും യാതൊരു കുറവുമില്ല. നാൾക്ക് നാൾ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കയ്യിൽ ധരിച്ചിരിക്കുന്ന മുദ്ര ഏറ്റവും വിശേഷപ്പെട്ട ചിന്മുദ്രയാണ്. ഈ മുദ്രയാണ് ഭഗവാൻ കയ്യിൽ ധരിച്ചിട്ടുള്ളത്. തപസ് അനുഷ്ഠിക്കുന്ന യോഗികൾ ആ തപസ്സിൻ്റെ ഒരു സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ധരിക്കുന്ന യോഗപട്ടം എന്ന ഒരു പ്രത്യേകതരം വസ്ത്രമാണ് ഭഗവാൻ തൻ്റെ കാലുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഭഗവാൻ സദാസമയവും ധ്യാനത്തിലാണ്, തപസ്സിലാണ്. ഈ താപസമൂർത്തിയായിട്ടുള്ള ശാസ്താവിൻ്റെ വിഗ്രഹം കാണാനാണ് ഇത്രയും ദിവസം വ്രതമിരുന്ന് നമ്മൾ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, താപസമൂർത്തിയായിട്ടുള്ള ആ ധർമ്മശാസ്താവിൽ ലയനം ചെയ്യപ്പെട്ടിട്ടുള്ള മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന മൂർത്തി നൈഷ്ഠിക ബ്രഹ്മചര്യ സ്വഭാവമുള്ള ഭഗവാനായതുകൊണ്ട് ആ ശാസ്താവിനും ആ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവം ഉണ്ട്. അപ്പോൾ ആ വിഗ്രഹം കാണുമ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്, താപസനായിട്ടുള്ള നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുന്ന ആ ധർമ്മശാസ്താവാണ് ശബരിമലയിലെ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ വാഹനമായിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെ വാഹനമായിട്ടുള്ള വാജി അല്ലെങ്കിൽ കുതിര ശബരിമലയിലെ കൊടിമരത്തിന് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ദിവ്യ ദർശനം, ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് ഈ വൃശ്ചിക മാസത്തിൽ ഉണ്ടാവുള്ളൂ. എത്രയൊക്കെ ത്യാഗം സഹിച്ചാലും വേണ്ടില്ല, എത്രയൊക്കെ സുഖങ്ങളെ മാറ്റിവെച്ചാലും വേണ്ടില്ല, ഒരേ ഒരു തവണ ആ ദിവ്യ ദർശന അനുഭൂതി ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കും ഈ കാലത്ത് ഭഗവാനോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇതേ വിഗ്രഹത്തിൽ ഈ താപസഭാവത്തിലിരിക്കുന്ന ഭഗവാനാണ് മകരവിളക്ക് ദിവസം നിരവധിയായിട്ടുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഒരൊറ്റ ദിവസം മാത്രം ആ താപസ വേഷത്തിൽ നിന്ന് മാറി ഒരു യോദ്ധാവായി, ഒരു രാജകുമാരനായി നമുക്ക് ദർശനം തരുന്നത്. അതുകൊണ്ട് ആ ഒരേ സമയം യോഗഭാവത്തിലുള്ള ശാസ്താവായും നമുക്കെല്ലാവർക്കും വേണ്ടി തൻ്റെ അച്ഛന് വേണ്ടി രാജകുമാരനായും പരബ്രഹ്മസ്വരൂപമായും എല്ലാത്തിനും മുകളിൽ വർത്തിക്കുന്ന ആ അയ്യപ്പസ്വാമിയുടെ ആ വിഗ്രഹത്തിൻ്റെ മാഹാത്മ്യം ആവും വിധം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഭഗവാൻ ജടാധാരിയാണ്. ഭഗവാന്റെ കണ്ണുകൾ എപ്പോഴും ധ്യാനത്തിലാണ്. ആത്യന്തികമായിട്ട് ഭഗവാൻ തൻ്റെ തന്നെ സ്വരൂപത്തെ, ആ ബ്രഹ്മവിചാരത്തെ ചെയ്തുകൊണ്ടാണ് ആ ശബരിമലയിൽ ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് ഭക്തജന സാന്നിധ്യം ഭഗവാനെ അറിയിക്കാനാണ് നമ്മൾ ശരണം വിളിക്കുന്നത്. ഈ യോഗഭാവത്തിലിരിക്കുന്ന ശാസ്താവ് തൻ്റെ ഭക്തർ തന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ യോഗഭാവത്തിൽ നിന്ന് ഭക്തർക്ക് ദർശനം നൽകി അവരുടെ പ്രയാസങ്ങളെ മാറ്റി കലിയുഗവരതനായി ശബരിമലയിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് ആ വിഗ്രഹത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും ഭഗവാന്റെ തന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ദിവ്യദർശന അനുഭൂതി ലഭിക്കാത്ത നിരവധിയായിട്ടുള്ള മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ഈ ജന്മത്തിൽ ഒരു തവണയെങ്കിലും ഭഗവാന്റെ സ്വരൂപം കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്ര
ക്ഷേത്രങ്ങളിൽ അദൃശ്യമായ ഊർജം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തസ്മൈ നമഃ പരമകാരണകാരണായ ദീപ്തോജ്വലജ്വലിത പിംഗളലോചനായ നാഗേന്ദ്രഹാരകൃതകുണ്ടലഭൂഷണായ ബ്രഹ്മേന്ദ്ര വിഷ്ണുവരദായ നമഃ ശിവായ. ഹിന്ദുമതം ശൈവ വൈഷ്ണവ ശാക്തേയ വിശ്വാസങ്ങളുടെ പേരിൽ ഭിന്നമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന കാലത്ത് ശൈവ ആരാധകരിൽ പ്രധാനിയായിരുന്നു വ്യാഘ്രപാദ മഹർഷി. കഠിന തപസ്സിന്റെ ശക്തിയും അചഞ്ചലമായ ശിവഭക്തിയും കൈമുതലാക്കിയ അദ്ദേഹം അനേകം ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം. പഴയകാല തിരുവിതാംകൂറിൽ ഉൾപ്പെട്ട കന്യാകുമാരി ജില്ലയിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്ന ശിവാലയ ഓട്ടത്തിന് പിന്നിലെ ഐതിഹ്യങ്ങളിലൊന്ന് ഈ വ്യാഘ്രപാദ മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാറശാല, നെയ്യാറ്റിൻകര പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സ്ഥിരം സന്ദർശന സ്ഥലങ്ങളായിരുന്നു എന്ന് കണക്കാക്കാം. അദ്ദേഹം സ്ഥാപിച്ച ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെൺപകൽ അരങ്ങിൽ മഹാദേവ ക്ഷേത്രം. ചിദംബരമായിരുന്നു വ്യാഘ്രപാദന്റെ വാസസ്ഥാനം. എന്നിരുന്നാലും ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലും സമീപ സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അദ്ദേഹം അനേകം ശിവാലയങ്ങൾ നിർമ്മിച്ചു. അത്തരത്തിൽ ക്ഷേത്ര നിർമ്മിതിയും പ്രതിഷ്ഠാകർമ്മവും നിർവഹിച്ച് മുന്നേറുമ്പോൾ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം എത്തിച്ചേർന്നു. കൂരിരുട്ടുള്ള ആ രാത്രിയിൽ അവിടെ ഒരു ഭാഗത്ത് ശക്തമായ പ്രകാശം വ്യാപിച്ചിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. അസാധാരണമായ ദിവ്യപ്രകാശത്തിന്റെ കാരണം അന്വേഷിച്ച് അദ്ദേഹം സാവധാനം അങ്ങോട്ട് നടന്നു. ആ വിജന പ്രദേശത്ത് നൃത്തം ചെയ്ത് രസിക്കുന്ന ശിവപാർവതിമാരെയാണ് അദ്ദേഹം അവിടെ കണ്ടത്. പിന്നീട് ഈ പുണ്യസ്ഥലത്ത് വ്യാഘ്രപാദർ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ലിംഗരൂപത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയെന്നാണ് ക്ഷേത്രോത്പത്തിയെക്കുറിച്ച് നിലനിൽക്കുന്ന ഐതിഹ്യം. വക്കം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ശേഷം ആകാശമാർഗ്ഗിടെ സഞ്ചരിക്കുന്ന വ്യാഘ്രപാദ മഹർഷി ഗംഭീരമായൊരു പ്രകാശം കണ്ട സ്ഥലത്ത് അദ്ദേഹം തങ്ങുകയും ആ സ്ഥലത്ത് വെൺപകൽ എന്ന് പേരിടുകയും അവിടെ അദ്ദേഹം കാണുന്ന ശ്രീ പാർവതി പരമേശ്വരൻ നൃത്തം കാണുകയും ആ പ്രദേശത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന വിശ്വാസം. കാൽക്കൽ തളയായി തഴുകുന്ന വാസുകി രത്നങ്ങൾ കണിവയ്ക്കും മലരടിയിൽ. രാത്രിയിലും പകലിന്റെ വെണ്മ കണ്ടെത്തിയ സ്ഥലം ആയതിനാൽ ആ പ്രദേശത്തിന് വെൺപകൽ എന്ന പേര് സിദ്ധിച്ചു എന്നാണ് പഴമക്കാരുടെ അഭിപ്രായം. ശിവപാർവതി നൃത്തത്തിന് അരങ്ങായ സ്ഥലം എന്ന നിലയിലാണ് അരങ്ങിൽ മഹാദേവ ക്ഷേത്രം എന്ന് ഈ ക്ഷേത്രത്തിന് പേര് വന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു. പാർവതി പരമേശ്വരന്മാർ നൃത്തം ചെയ്യുവാൻ തിരഞ്ഞെടുത്ത ആ സ്ഥലത്തെ അരങ്ങ് എന്ന് നാമധേയം ചെയ്തു. അങ്ങനെയാണ് അരങ്ങിൽ മഹാദേവ ക്ഷേത്രം രൂപമുണ്ട്. മൃത്യുഞ്ജയ പ്രഭോ കനിയില്ലയോ ശിവ, സത്യമായി നീ എന്നിൽ തെളിയില്ലയോ തെളിയില്ലയോ. പ്രാചീന ഗോത്രവർഗകാലം മുതൽ ഇവിടെ ആരാധനാസ്ഥാനമായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില അഭിപ്രായങ്ങൾ പ്രായമുള്ള പരിസരവാസികളുടെ വാക്കുകളിൽ കാണാം. ഈ പ്രദേശം ധാരാളം വൃക്ഷലതാദികളുള്ള കാവായിരുന്നു എന്നും അതിനുള്ളിൽ ഒരു ചെറിയ അമ്പലമുണ്ടായിരുന്നു എന്നും മേൽക്കൂരയില്ലാത്ത ആ അമ്പലത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നതെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പിന്നീട് നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇന്നത്തെ നിലയിൽ ഈ ക്ഷേത്രം വികാസം പ്രാപിക്കാൻ കാരണമായി. ഏതായാലും ചെറിയൊരു ആരാധനാസ്ഥാനം എന്ന നിലയിൽ നിന്നും ഒരു ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും കൈവരിച്ചിട്ടു തന്നെ ശതാബ്ദങ്ങളായി എന്ന് ഈ സന്നിധിയിലെത്തുമ്പോൾ മനസ്സിലാക്കാം. മഹാദേവൻ ഗൃഹസ്ഥൻ എന്ന നിലയിലാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നതിനാൽ
പ്രദേശവാസികൾക്കെല്ലാം ഒരു കുടുംബക്ഷേത്രം എന്ന നിലയിലുള്ള വൈകാരികതയാണ് ഈ ആരാധനാലയത്തിനോടുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. കാരണം ഇവിടെ കഴിയുന്നത് ഒരു കുടുംബമാണ്. സാക്ഷാൽ മഹാദേവനും അദ്ദേഹത്തിൻ്റെ വാമഭാഗമായ ശ്രീപാർവതിയും അദ്ദേഹത്തിൻ്റെ മക്കളും, അങ്ങനെ ഒരു കുടുംബം കഴിയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഓരോ കുടുംബവും ആ മഹാദേവനെ, ആ കുടുംബത്തെയും ആശ്രയിച്ച് വിശ്വസിച്ച് സ്നേഹിച്ചാണ് ജീവിക്കുക. മഹത്തത്വം മഹാദേവപ്രിയം ജ്ഞാനപ്രദം പരം മഹാപാപഹരം തസ്മാത് മകാരായ നമോ നമഃ. എല്ലാ മലയാള മാസം 1-ാം തീയതിയും രാമായണ പാരായണം, എല്ലാ പ്രദോഷ ദിനങ്ങളിലും ഹാലാസ്യ മഹാത്മ്യ പാരായണം, ഋഷഭ എഴുന്നള്ളത്ത് എന്നിവ ഇവിടെ കൃത്യമായി നടത്തി വരുന്നു. സാധാരണ എല്ലാ പ്രദോഷ ദിവസങ്ങളിലും ഹാലാസ്യ പാരായണമുണ്ട്. മാത്രമല്ല എല്ലാ മലയാള മാസം 1-ാം തീയതി രാമായണ പാരായണം നടക്കുന്നുണ്ട്. ഹാലാസ്യവർ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് തന്നെ തോന്നി ഈ പ്രദോഷത്തിനോടനുസരിച്ച് ഋഷഭവാഹനം എന്നുള്ളത്. വാഹനത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠയിരുത്തി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അദ്ദേഹത്തെ ആനയിച്ച് അമ്പലത്തിൽ 3 ഭാഗത്ത് 3 വലം വെച്ചിട്ടാണ് അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റുക. നാഗേന്ദ്ര കന്യാ വൃഷകേതനാഭ്യാ നമോ നമഃ ശങ്കര പാർവതീഭ്യാം നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം. വൈക്കം ക്ഷേത്രത്തിൽ അഷ്ടമി ആഘോഷം നടത്തുമ്പോൾ അതേ ദിവസം വെൺപകൽ അരങ്ങിൽ മഹാദേവ ക്ഷേത്രത്തിലും കഞ്ഞിവീഴ്ത്ത് നടത്താറുണ്ട്. ഇത് വൈക്കം ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് തമിഴകത്തേക്ക് മടങ്ങി വരുന്ന സമയത്താണ് വ്യാഘ്രപാദ മഹർഷി ഈ പ്രദേശത്ത് മഹാദേവ സാന്നിധ്യം കണ്ടറിയുന്നതും പ്രതിഷ്ഠ നടത്തുന്നതും എന്ന ഐതിഹ്യ കഥയാകണം ഈ ബന്ധത്തിന് നിദാനം. ഏതായാലും പണ്ട് മുതലേ ഈ ചടങ്ങ് വളരെ പ്രാധാന്യത്തോടെ ഇവിടെ നടത്തി വരുന്നു. എന്നാണോ വൈക്കത്ത് കഞ്ഞിവീഴ്ച നടത്തുക, അതേ ദിവസം തന്നെ ഇവിടെയും വൈക്കത്ത് അഷ്ടമി ദിവസം ഇവിടെയും കഞ്ഞിവീഴ്ച നടത്താറുണ്ട്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു വരുന്ന, നമ്മുടെ ഓർമ്മ വെച്ച് നടന്നു വരുന്ന ആചാരമാണ്. സദാശിവസ്വരൂപായ നമസ്തത്പുരുഷായ ച അഘോരായ ച ഘോരായ. വെൺപകൽ പ്രദേശത്തെ ഏക ശിവക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഈ ആരാധനാലയം പ്രത്യേക ശ്രദ്ധ നേടുന്നു. ഒരു പ്രദേശത്തിന്റെ നാഥനായി ഐശ്വര്യദായകനായ സാക്ഷാൽ ശ്രീ മഹേശ്വരൻ സകുടുംബം ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. മംഗളാഷ്ടകം ഏതദ്വൈ ശംഭോരെ കീർത്തയേ ദിനേ തസ്യ മൃത്യുഭയം നാസ്തി രോഗപീഡാഭയം തഥാ. നിരവധി മഹാന്മാരുടെ ജീവിത മാതൃകകൾ നമ്മുടെ മുൻപിലുണ്ട്. അതിൽ ഉചിതമായി കാണുന്നവ തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ അത് അനുകരിക്കുമ്പോഴും നമ്മുടെ വ്യക്തിത്വത്തിന്റെ നല്ല വശങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.